ഹായ്, എന്തൊക്കെയാ എല്ലാവർക്കും സുഖം തന്നെയല്ലേ? സുഖാണെങ്കിൽ സുഖാണെന്ന് പറയട്ടോ, കമന്റ് അടി. സുഖാണ് പോലെ. പിന്നെ കാരണം എല്ലാവരും എപ്പോഴും നല്ല സുഖത്തിലായിക്കോണമെന്നില്ല. നമ്മള് ആവേശത്തെ ഹാപ്പി ആണോ ചോദിക്കാൻ അല്ലെങ്കിൽ നല്ലതാണോ നമ്മള് ചോദിക്കണം, എല്ലാവരും ഹാപ്പി അല്ലേ? പിന്നെ ഇപ്പൊ നിലവില് കുറെ വീഡിയോസ്, കുറെ ആർട്ടിക്കിൾസ്, കുറെ സ്റ്റാറ്റസുകൾ, കുറെ ആളുകളുടെ സ്റ്റോറികളിലൊക്കെ നിറഞ്ഞു നിൽക്കുന്ന കുറെ റീൽസ് ഒക്കെ ഇറങ്ങണ ഒരു ടോപ്പിക് എന്ന് പറഞ്ഞത് അല്ലെങ്കിൽ പ്രൊപ്പഗണ്ട സിനിമകളെ കുറിച്ചിട്ടാണ്. ലേറ്റസ്റ്റ് ആയിട്ട് ഭയങ്കര വൈഡായിട്ട്, പ്രത്യേകിച്ച് കേരളത്തിനെ എടുത്തു പറഞ്ഞിട്ട് ഉള്ള ഒരു പ്രൊപ്പഗണ്ട സിനിമയെ കുറിച്ചിട്ടാണ്. നിലവിലെ അത് മാത്രമല്ല, അല്ലെങ്കിൽ അതിലൊന്നാം ഭാഗം മാത്രമല്ല പ്രൊപ്പഗണ്ട സിനിമ ആയിട്ട് നിലവിൽ ഇന്ത്യ രാജ്യത്ത് ഇറങ്ങിയിട്ടുള്ളത്. ഇപ്പോൾ അതിന്റെ കൂടെ തന്നെ അല്ല, അതോടൊപ്പം താജ്മഹലിന്റെ ഒരു സിനിമ ഉണ്ട്. താജ്മഹൽ ശരിക്കും ഒരു അമ്പലമാണെന്ന് പറഞ്ഞിട്ട്. അതുപോലെ തന്നെ ഇത്തരം വിഷയങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കണ്ട, അതിനെ കുറിച്ചിട്ട് ഒരു ധാരണ തരാന്നുള്ള ഒരൊറ്റ കാര്യത്തിലാണ് കേട്ടോ. അതിന്റെ പോയിന്റിലേക്ക് ഞാൻ എത്തിയിട്ടില്ല. ഞാൻ കാര്യത്തിലേക്ക് വരാം. അതിന് മുമ്പ് ഇതൊന്ന് പറഞ്ഞുതരാം. സവർക്കറെ കുറിച്ചിട്ട് സിനിമ ഉണ്ട്, മോദിനെ കുറിച്ചിട്ട് സിനിമ ഉണ്ട്. അതിലൊന്നും നമ്മൾ കേട്ട അല്ലെങ്കിൽ എന്താണോ യാഥാർത്ഥ്യം ആ കഥകളൊന്നും അല്ല, അതൊന്നും അല്ല സിനിമയിലുള്ളത്. സിനിമയിൽ വലിയ എന്തോ സംഭവമാണ്. അപ്പൊ അതിലുള്ള ഒരു ഉത്തരം എന്താണ് ഇങ്ങനെ ചോദിച്ചാൽ ഇത് ഡോക്യുമെന്ററി അല്ല, സിനിമയാണ്. അപ്പോൾ കുറച്ച് റിയാലിറ്റി, കുറച്ച് ഫിക്ഷൻ ഒക്കെ ഉണ്ടാവും. അതാണ് സിനിമ. സിനിമയെ സിനിമയായിട്ട് കാണണം എന്നുള്ള ന്യായീകരണങ്ങളൊക്കെ അതിൽ വരും കേട്ടോ. കാരണം എല്ലാവരും ന്യായീകരണങ്ങളാണല്ലോ അതൊക്കെ. ഇതിന്റെ ഒരു പ്രധാന പ്രശ്നം എന്താന്ന് ചോദിച്ചാല്, ചില പ്രൊപ്പഗണ്ട സിനിമകൾ നമുക്ക് പ്രൊപ്പഗണ്ട സിനിമ എന്ന് പറയാൻ പറ്റില്ല. അതിന്റെ മേക്കിങ്ങിലും ക്വാളിറ്റിയിലും അതിന്റെ സ്റ്റാർ കാസ്റ്റിങ്ങിലും ഭയങ്കര സംഭവം ഫിലിം, അങ്ങനെ അത്തരത്തെ സിനിമകളുണ്ട്. ഞാൻ ഈ പേരെടുത്ത് പറയുന്നില്ല, കാരണം ഈ പറഞ്ഞ പോലെ തന്നെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന സംഭവം വേറെയാണ്. ഓക്കെ, അതായത് എന്തുകൊണ്ടാണ് ഇവര് ഇവരുടെയൊക്കെ പബ്ലിക്കേഷൻ, അതായത് ഇതൊരു പ്രത്യേക ഉദ്ദേശം കൊണ്ടാണല്ലോ, ഒരു പ്രത്യേക ഉദ്ദേശത്തിൽ ഒരു പ്രത്യേക കാര്യങ്ങൾ നടപ്പിലാക്കാൻ വേണ്ടിയിട്ടാണല്ലോ ഇത്തരം സിനിമകൾ ഇറക്കുന്നത്. കാരണം ആളുകളുടെ മനസ്സിൽ ഭയങ്കര ഇൻജെക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഭയങ്കര ആയുധമുള്ള ഒരു മീഡിയം സിനിമ മാത്രമല്ല. ഇപ്പൊ RSS എന്ന സംഘടന കുറെ പുസ്തകങ്ങൾ ഇറക്കുന്നുണ്ട്. അപ്പോ ഇവരുടെയൊക്കെ വാട്സപ്പ് കമ്മ്യൂണിറ്റി കുറിച്ച് നമുക്ക് അറിയണമല്ലോ. അതായത് അത്രക്കും ചില കാര്യങ്ങളൊക്കെ അതൊക്കെ ഞാൻ പറയുമ്പോൾ കൂടുതലൊക്കെ മനസ്സിലാവണമെങ്കിൽ അത്ര വീഡിയോസ് സൈഡിൽ കൊടുക്കേണ്ടി വരും. അപ്പൊ ഞാൻ സംസാരിക്കേണ്ട വിഷയം ഇതല്ല. സംസാരിക്കുന്ന വിഷയം വേറെ ഒന്നാണ്. ആവശ്യത്തിലേക്ക് ഇത് ഭയങ്കരമായിട്ട് കണക്റ്റഡ് ആയതുകൊണ്ടാണ് ഞാൻ ഇത് കണക്ട് ചെയ്ത് പറയുന്നത്. ഇപ്പോ ഇത്തരം സിനിമകള് അല്ലെങ്കിൽ ഇത്തരം പുസ്തകങ്ങള് ഒക്കെ ഇറങ്ങുന്നത് ഞാൻ പറഞ്ഞ പോലെ ആളുകൾക്കിടയിൽ ഇമ്പാക്ട് ഉണ്ടാക്കാനാണല്ലോ. ഇതൊരു ആക്ഷനാണ്. ഈ ഒരു ആക്ഷൻക്ക് റിയാക്ഷന് ആളുകളുടെ ഇടയിൽ ഉണ്ടാവും. ഓക്കെ, ഫൈൻ, അവിടെ സ്റ്റോപ്പ് ചെയ്യും. ഇനി എന്തുകൊണ്ടാണ് ഞാൻ പറഞ്ഞു ആയിരക്കണക്കിന് പുസ്തകങ്ങൾ ഇറങ്ങുന്നുണ്ട്, ആയിരക്കണക്കിന് ഒരു സൈറ്റുകൾ, അത് ഇത് എത്രയോ പ്രോഗ്രാംസ്, അത് ഇതൊക്കെ നടക്കുന്നുണ്ട്. പക്ഷെ അതിനേക്കാളും വിവാദമാവുന്നത് സിനിമയാണ്. അത് എന്തുകൊണ്ടാണെന്ന് അറിയും? അതിനൊരു മാജിക് ഉണ്ട് സിനിമക്ക്. സിനിമ ആളുകളെ ഭയങ്കര ഇൻഫ്ലുവൻസ് ചെയ്യുന്നതാണ്. ഇന്ന് ലോകത്ത് ആളുകൾ ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു മീഡിയ എന്ന് പറയുന്നത് സിനിമയാണ് ശരിക്കും. ഇപ്പൊ നമ്മള് ഓരോ പ്രവാചകന്മാരുടെ കാലഘട്ടത്തിൽ ഓരോരുത്തർക്കും ഓരോ അന്നത്തെ കാലഘട്ടത്തിൽ ഹൈലൈറ്റ് ചെയ്തിട്ടുള്ള ഓരോ സംഭവങ്ങൾ ഉണ്ടാവുമല്ലോ. ഇപ്പൊ പ്രവാചകന്റെ കാലത്ത് കവിതകളായിരുന്നു, അപ്പൊ ഖുർആൻ ഇറക്കി കൊടുത്തു. അതുപോലെ തന്നെ മാജിക് ഉള്ള സമയത്ത് ഒരു വടി പാമ്പാവണത്, അങ്ങനെ ഓരോ പ്രവാചകന്മാരുടെ കാലഘട്ടത്തിലും ഓരോ ആ കാലഘട്ടത്തിനെ മൊത്തത്തിൽ ആളുകളിൽ ഇമ്പാക്ട് ഉണ്ടാക്കുന്ന ഒരു സംഭവം ഉണ്ടാവും. അപ്പൊ ഈ കാലഘട്ടത്തിൽ ശരിക്കും അത് നമുക്ക് മീഡിയ ആണെന്ന് പറയാൻ പറ്റും. മീഡിയ, സോഷ്യൽ മീഡിയ, അതിൽ ഏറ്റവും കൂടുതൽ ആളുകൾക്ക് ഏറ്റവും കൂടുതൽ എന്താ പറയാ ഭയങ്കര പവർഫുൾ ആയിട്ട് ഫീൽ ചെയ്യുന്നത് വിഷ്വൽ മീഡിയയാണ്. കാരണം വിഷ്വൽ മീഡിയനെ സംബന്ധിച്ചിടത്തോളം പല ആർട്ടും ഇതൊക്കെ കലകളാണല്ലോ, എല്ലാം കലകളാണ്. ഇപ്പോ ജാലവിദ്യ, അത് ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോ കവിതകൾ, എല്ലാം കലകളാണ്. കലകൾ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ വല്ലാണ്ട് ഇമ്പാക്ട് ഉണ്ടാക്കും. അത് അന്നും അതെ ഇന്നും അതെ. ഓക്കെ, എല്ലാ കാലഘട്ടത്തിലും കലകൾ മനുഷ്യന്റെ ജീവിതത്തിൽ വല്ലാത്ത ഇമ്പാക്ട് ഉണ്ടാകും. അപ്പൊ ഇവിടെ ഈ സിനിമയുടെ പ്രത്യേകത എന്താന്ന് ചോദിച്ചാല് പല പല കലകൾ ഒത്തു വന്നിട്ടുള്ള ഒരു ഭയങ്കര ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു സംഭവം തന്നെയാണ് സിനിമ എന്ന് പറയുന്നത്. ഇപ്പൊ സിനിമയിൽ ആർട്ട് ഫോം ആയിക്കോട്ടെ, ഐ മീൻ ആർട്ട് വർക്ക് ചെയ്യുന്ന ആളുകളില്ലേ, ഓരായിക്കോട്ടെ, ഇതിന് സൗണ്ട് ആയിക്കോട്ടെ, മ്യൂസിക് ആയിക്കോട്ടെ, ഈ കളറിങ് അടക്കം, എഡിറ്റിംഗ് ആയിക്കോട്ടെ. ഇപ്പൊ ഒരു എഡിറ്റർ വിചാരിച്ചാൽ സിനിമ എഡിറ്റർക്ക് മനസ്സിലാവും. അപ്പൊ ചമ്മൻ ചാക്കോ എന്നുള്ള എഡിറ്ററിനെ ഏറെക്കുറെ മലയാളം ഫിലിം ഇൻഡസ്ട്രിയിൽ ഏറ്റവും കൂടുതൽ
ഫാൻസ് ഉള്ളതെന്ന് തന്നെ പറയാം, ഒരു എഡിറ്ററാണ്. നമ്മൾ കണ്ട ഒട്ടുമിക്ക ബോക്സ് ഓഫീസ് കളക്ഷനുള്ള പടങ്ങൾ, അതായത് കമേഴ്ഷ്യൽ ഹിറ്റ് അടിക്കുന്ന പടങ്ങളൊക്കെ എഡിറ്റ് ചെയ്യുന്നത് ആളെന്നാണ്. കമേഴ്ഷ്യൽ ഹിറ്റ് അടിക്കുന്ന പടങ്ങൾ മാത്രമല്ല കേട്ടോ, ഇപ്പോൾ ടൊവിനോന്റെ അതേ സിനിമകളും അപ്പോൾ ആളെന്നെയാണ്. അപ്പോൾ ആള് പറയണ കേൾക്കാം, ഈ ഒരു എഡിറ്റിംഗ് ടേബിൾ ഒരു എഡിറ്റർക്ക് മനസ്സിലാവും ഈ സിനിമ എവിടെ വിജയിക്കും, എവിടെ ആളുകൾക്ക് ഇത് കണക്റ്റ് ആവും, എവിടെ ആൾക്ക് രോമാഞ്ചം വരുന്നുള്ള എഡിറ്റർക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അതുകൊണ്ടാണ് ഒരു എഡിറ്റർ ഡയറക്ടർ ആകുമ്പോൾ ഉള്ളൊരു പെട്ടെന്നുള്ളൊരു ഫാസ്റ്റായിട്ട് ആളുകൾക്ക് കണക്ട് ചെയ്യാൻ വേണ്ടി ഒരു മാജിക് കൊണ്ടിട്ടു. അതുകൊണ്ടാണ് KGF ഇതൊക്കെ അതിന്റെ ഡയറക്ടർ എഡിറ്റർ ആയിരുന്നു. അപ്പോൾ എഡിറ്റർ ആയിരുന്ന ഒരാളൊരു എഡിറ്ററാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, സിനിമക്ക് അങ്ങനത്തെ ഒരു മാജിക് ഉണ്ട്. പല കലകളും ഒത്തു വന്നിട്ടുള്ള ഒരു കലയാണ് സിനിമ എന്ന് പറയുന്നത്. അതിന്റെ മ്യൂസിക് ആയിക്കോട്ടെ. ഇപ്പൊ മ്യൂസിക് എന്നൊക്കെ പറയുമ്പോൾ ഒരു മ്യൂസിക് കൊടുക്കുമ്പോൾ, മ്യൂസിക് എന്ന് പറഞ്ഞാൽ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്, അത് എന്തോ ആയിക്കോട്ടെ, ഇറ്റ് ഡിപ്പെൻസ് ഓൺ ദി സീനാണല്ലോ. മ്യൂസിക് കൊടുക്കുമ്പോൾ ആളുകളുടെ ഉള്ളിലേക്ക് സാധനം ഇങ്ങനെ കയറും, ഭയങ്കര ഡീപ്പിൽ കയറും. അതിൽ അതിന്റെ സിനിമാറ്റോഗ്രഫി, അതായത് അതിന്റെ ഫ്രെയിമിങ് കാര്യങ്ങൾ, ഇതൊക്കെ എന്താ പറയാ, ഒരു ഇമോഷനെ അതിന്റെ ഡെപ്തിൽ ക്യാപ്ചർ ചെയ്യാൻ പറ്റും. കളർ റീഡിങ്ങോ കളർ റീഡിങ് എന്നൊക്കെ പറഞ്ഞാൽ മാരക ആയുധമാണ്. അതായത് ഒരു സിനിമനെ ഇപ്പൊ ഹ്യൂമർ സിനിമകൾ, കോമഡി സിനിമകളാണെങ്കിൽ അല്ലെങ്കിൽ ഹൊറർ സിനിമകളാണെങ്കിൽ ഒക്കെ അതിന്റെ കളർ ഗ്രേഡിങ്ങിലാണ് നമുക്ക് അതിന്റെ ഈ ഫീലിംഗ് കിട്ടുക. ഓക്കെ, അതാണ് കളർ ഗ്രേഡിങ്ങിന്റെ ഒക്കെ ഒരു മാജിക്. ഇനി ഞാൻ പറയാത്ത കുറെ മേഖലകളുണ്ട് ഇതിൽ. അപ്പൊ സിനിമ എന്ന് പറഞ്ഞത് ഇത്തരം പല പല ആർട്ട്, അതായത് ആളുകളെ ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്ന പല പല ആർട്ടുകൾ ഒത്തു വന്നിട്ടുള്ള ഒരു ആർട്ടായതുകൊണ്ട് ഇതിന്റെ ഇമ്പാക്ട് ഭയങ്കര വലുതാണ്. ഭയങ്കര വലുതാണ്. അതായത് സിനിമ കണ്ട് ആളുകള് ഈ പറഞ്ഞ പോലെ, ഞാൻ പലരോടും പലവട്ടം പല രീതിയിൽ ഞാൻ പറയലുണ്ട്, സിനിമ കണ്ട് ആളുകളുടെ ഡ്രസ്സിങ് മാറും, ആളുകളുടെ ഹെയർ സ്റ്റൈല് മാറും, ആളുകളുടെ ലൈഫ് സ്റ്റൈല് മാറും. ഇപ്പൊ പല കാര്യങ്ങളും. ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ ഈ വീഡിയോ കാണുന്ന എത്ര പേരുണ്ടാവും എനിക്കറിയില്ല, ആ കാണുന്ന ആരെങ്കിലും നിങ്ങൾ എപ്പോഴെങ്കിലും കോടതിയിൽ പോയിട്ടുണ്ടോ? ഇല്ലല്ലോ. പക്ഷെ എനിക്കറിയില്ല, കോടതി പോയവരുണ്ടാവും. പക്ഷെ ഞാൻ ഇതുവരെ കോർട്ടിനുള്ളിൽ പോയിട്ടില്ല. കോർട്ടിനുള്ളില് എല്ലാ വക്കീലന്മാരും ബ്ലാക്കും ആയിട്ട് നിൽക്കുക എന്നുള്ളത് നിങ്ങൾക്ക് എവിടുന്ന മനസ്സിലായത്? ഓഫ്കോഴ്സ് സിനിമയെന്നാണ്. ഓഫ്കോഴ്സ് അതില് അല്ലാതെ പറയാൻ പറ്റുണ്ടെങ്കിൽ പറയും. അതുപോലെ തന്നെ ഈ പറഞ്ഞ പോലെ കോർട്ടിലെ പല കാര്യങ്ങളും, കോടതി മുമ്പാകെ ഞാൻ സത്യം മാത്രമേ പറയുള്ളൂ എന്നുള്ള അത്തരം കുറെ കാര്യങ്ങളുണ്ടല്ലോ, അതൊക്കെ ഈ കോടതിയുടെ ഉള്ളിലുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് എവിടെ നിന്നാണ് കിട്ടിയത്? സിനിമയിൽ നിന്നാണ്. സിനിമ അങ്ങനെ ഇപ്പൊ പല കാര്യങ്ങളും ഇപ്പൊ ചെറുപ്പത്തിലൊക്കെ കണ്ടിനോട് എനിക്ക് വളരെ വേണ്ടപ്പെട്ട ഒരാളുണ്ട്. ആർക്കിടെക്റ്റാണ് മൂപ്പരെ ഫീൽഡ്. പക്ഷെ മൂപ്പരെ അഭിനയിക്കാനൊക്കെ ഭയങ്കര താല്പര്യമുള്ള ആളാണ്. എത്രത്തോളം എന്ന് വെച്ചാൽ മൂപ്പര് മാത്രമല്ല, മൂപ്പര് ചുറ്റുപാടുള്ളവരൊക്കെ രക്ഷപ്പെടണം എന്നുള്ള മൈൻഡിലുള്ള ഒരാളാണ്. ഏറെക്കുറെ ആർട്ട് ഫോമിൽ വർക്ക് ചെയ്യണ എല്ലാവരും അങ്ങനെ തന്നെയാണ്. കാരണം ഇപ്പോൾ ഒരു ഡയറക്ടർ നല്ലൊരു സിനിമ എടുത്താൽ ആ ഡയറക്ടർ മാത്രമാവില്ല എന്ത് ചെയ്യാം, സക്സസ് ആവുക. അതിന്റെ എഡിറ്റർ, അതിന്റെ ഞാൻ പറഞ്ഞ പോലെ എല്ലാ പ്രധാനപ്പെട്ട മേലെ വർക്ക് ചെയ്യണ എല്ലാവരും അതിൽ രക്ഷപ്പെടുന്നുള്ളതാണ്. അപ്പൊ ഇയാളിനോട് പറയും, ഒരു സിനിമ അത് അയാള് ചെറുപ്പത്തിൽ ഒരു 10 വയസ്സായപ്പോൾ ആൾ കണ്ട പോലല്ല അയാൾക്ക് ഒരു 20 വയസ്സാകുമ്പോൾ കാണാം. 10 വയസ്സാകുമ്പോൾ ആ ഒരു സിനിമയിൽ ആൾക്ക് കണക്റ്റ് ആയ ക്യാരക്ടർ ആവില്ല. 20 വയസ്സാകുമ്പോൾ വേറെ ക്യാരക്ടർ കണക്റ്റ് ആവും. ഇനി അയാൾ കല്യാണം കഴിച്ചൊരു കുട്ടിയൊക്കെ ഉണ്ടായാല് അപ്പൊ അയാളുടെ പെർസ്പെക്റ്റീവ് മാറും. അപ്പൊ അയാൾ കണക്ട് ആവുന്ന ക്യാരക്ടർ വേറെ തന്നെയാണ്. ഇത് ഒരേ സിനിമയിൽ അയാളുടെ എക്സ്പീരിയൻസ് വന്നതാണ്. ഇതാണ് ഫിലിമിൻ്റെ. നമ്മളൊരു 100 ക്യാരക്ടർ ഒരു സിനിമയിലുണ്ടെങ്കിൽ അത് 100 ആൾക്കാർക്കും വ്യത്യസ്ത രീതിയിൽ അതിനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി ക്യാരക്ടർ ഇൻഫ്ലുവൻസ് ചെയ്തതിലും പടം ഇൻഫ്ലുവൻസ് ചെയ്യുന്നതാണ്. കാരണം സിനിമ എന്ന് ഞാൻ എടുത്തു പറയാൻ കാരണം ഇത് അത്രക്കും വലിയൊരു ആയുധമായതുകൊണ്ട് തന്നെയാണ്. ഈ പറഞ്ഞ പോലെ ഒരു ആയുധം, ഒരു കത്തി, അതൊരാളെ കൊല്ലാനും ഉപയോഗിക്കാം, ആപ്പിൾ വെട്ടാനും ഉപയോഗിക്കാം. അപ്പൊ ഇത് ഡിപ്പെൻസ് ആണ്. ഒരു ആർട്ടിസ്റ്റ് അതിനെ അമ്പിട്ടിരുന്നു, ഒരു ആർട്ടിസ്റ്റ് അതിനെങ്ങനെ യൂസ് ചെയ്യണം എന്നുള്ളിടത്താണ് അതിന്റെ മെയിൻ സംഭവം. ഓക്കെ, എൻഡ് ഓഫ് ദി ഡേ എന്റെ പോയിന്റ് എന്താ വെച്ചാല് സിനിമ എന്ന് പറയുന്നത് ഭയങ്കര വലിയൊരു ആയുധമാണ്. അപ്പോ ഇപ്പൊ മലബാർ സൈഡിലുള്ള പല സിനിമകളും ഒരു കാലഘട്ടത്തില് മലബാർ ഭാഗങ്ങളെ ഭയങ്കര വിമർശിച്ചിട്ട് ഭയങ്കര പരിഹാസത്തോടു കൂടി സീൻ ചെയ്തിരുന്ന ഡയറക്ടേഴ്സ് ഉണ്ടായിരുന്നു. അങ്ങനെ ഷൂട്ട് ചെയ്തിരുന്ന സിനിമകളുണ്ടായിരുന്നു. പിന്നീട് ഇതിന്റെ കൾച്ചർ ഡിഫറെന്റ് ആണ്. ഇപ്പൊ കോഴിക്കോട് ഏരിയ ഒക്കെ ഭയങ്കര രസമായിട്ട് പിന്നീട് സിനിമകൾ വന്നു. മലബാർ ഏരിയയൊക്കെ ഭയങ്കര രസമായിട്ട് പിന്നീട് സിനിമകൾ വന്നു. അപ്പോൾ ഇതൊരു ചേഞ്ചാണ്. എന്ത് ചേഞ്ചാണ്? ആ ഫീൽഡില്
ഈ മലബാർ ഏരിയനെ കുറിച്ചിട്ട് ധാരണയുള്ള ആളുകൾ കയറി എന്നുള്ളതിന് ചേഞ്ചാണ്. ഓക്കെ, അപ്പോൾ ഫ്രഷ് സിനിമകൾ ഇറങ്ങും, ഫ്രഷ് കണ്ടന്റ്സുകൾ ഇറങ്ങും, അതൊക്കെ ശരിയാണ്. ഫ്രഷ് കോണ്ടന്റ് എന്ന് പറഞ്ഞല്ലേ, പക്ഷേ കുറച്ചൊന്ന് സെറ്റപ്പ് ആയത് എല്ലാവരും അങ്ങനെയാണ്. ഫുഡ് കോണ്ടന്റ് സെറ്റ് ചെയ്യും. അപ്പോൾ അതാണ് ഇതിന്റെ ഒരു മാജിക് എന്ന് പറഞ്ഞത്. ഇപ്പൊ എന്തുകൊണ്ട് കുറെ പുസ്തകങ്ങൾ ഒരു പബ്ലിഷ് ചെയ്യുന്നുണ്ട്, കുറെ ഒരാൾക്ക് ഒരു ഐഡിയോളജി. ഇപ്പോൾ ഇതില് നമ്മളെ ഹിറ്റ്ലർ ചെയ്തിരുന്ന ഒരു പരിപാടി എന്താ വെച്ചാല് വലിയ കളവ് പറയാന്നുള്ളതാണ്. അതായത് കുറെ ഒരു ആൾക്കാരോട് വലിയ രീതിയിൽ കളവ് പറയാം. അപ്പൊ വലിയ കളവ് പറയുമ്പോൾ അതിൽ പകുതി ട്രൂത്ത് ഉണ്ടാകാം, ചില ട്രൂത്തുകൾ കൊടുക്കാന്നുള്ളതാണ്. അപ്പോൾ ഇപ്പൊ ഇപ്പൊ നിലവിൽ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന സിനിമകളിൽ കേരള സ്റ്റോറി എന്നുള്ളത് ഇത്രയും വിവാദമാകാൻ കാരണം, നമ്മൾ മലയാളികൾക്കിടയിൽ വിവാദമാകാൻ കാരണം ഒന്ന് അതിന്റെ പേരാണ്, രണ്ടീ പറഞ്ഞ പോലെ നമ്മളെ കുറിച്ച് സംസാരിക്കുന്ന സിനിമ നമ്മളുമായി ഒരു കണക്ഷനും ഇല്ല എന്നുള്ളത് കൊണ്ടാണ്. പക്ഷെ ഞാൻ പറഞ്ഞ പോലെ താജ്മഹലിന്റെ സിനിമകളുണ്ട്. താജ്മഹൽ ഒരു അത് ഹൈന്ദവ ആരാധനാലയമായിരുന്നു എന്ന് പണ്ടുള്ള ഇതുകളുണ്ട്. അങ്ങനത്തെ ആ രീതിയിലൊക്കെ ഉള്ള സിനിമകളുണ്ട്. നിങ്ങൾ ജസ്റ്റ് യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ മതി, താജ്മഹൽ ഫിലിമോ അങ്ങനെ എന്തെങ്കിലും സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് അത്തരം സിനിമകൾ കിട്ടും. അതിന്റെ കഥയൊക്കെ എങ്ങനെയാ വെച്ചാൽ ഞാൻ അതിന്റെ ട്രെയിലറിലുള്ള സ്റ്റോറി, ഐ മീൻ നമുക്കത് കണക്ട് ചെയ്യാൻ പറ്റും. സ്റ്റോറി ഞാൻ പറയാം. ഒരു ഗൈഡ് ആയിട്ടുള്ള ഒരാള്, അയാൾക്ക് മനസ്സിലാവുന്നു താജ്മഹലിന്റെ ചരിത്രം അങ്ങനെയല്ല, അയാൾക്ക് മനസ്സിലാവുന്നു. അയാൾ കോടതിയിൽ വാദിക്കുകയാണ്, താജ്മഹൽ ഇങ്ങനെയല്ല അങ്ങനെയല്ല. അപ്പൊ എന്താണ് പറയുന്നത്, ആർക്കും നിങ്ങളെന്താ ഇതൊക്കെ നോക്കിയിട്ട് കോടതി പറഞ്ഞ പഠിച്ചു വരി. അയാളോടല്ല, ഇപ്പോ ബാബരി മസ്ജിദിന് സംഭവിച്ച അതേ രീതിയിൽ നിങ്ങളതിനെ പഠിച്ചു വരി ഒരു ടീമിനെ ഏൽപ്പിക്കുകയാണ്. ഇതേമാതിരി ഹെൽമെറ്റ് വെക്കാതെ നമ്മൾ വണ്ടി ഓടിക്കരുത് കിട്ടും, ഭയങ്കര പ്രശ്നമാണത്. പണ്ട് ഞാൻ കോഴിക്കോട് എനിക്കൊരു ചെറിയൊരു ആക്സിഡന്റ് ആയിരുന്നു. ആക്സിഡന്റ് ആയിട്ട് ബോധം പോയത് ആക്സിഡന്റ് ആയിട്ടല്ല, പേടിച്ചിട്ട് ബോധം പോയതാണ്. എന്ത് സംഭവിച്ചു എന്നുള്ളത് ഇപ്പോഴും എനിക്ക് ഐ മീൻ അറിയൂല, ഓർമ്മയില്ല. ഞാൻ ചങ്ങായി ഓർമ്മയില്ല എന്ന് പറഞ്ഞാല് എത്രത്തോളം വെച്ചാല് ഞങ്ങള് എക്സാം എഴുതിയിട്ട് കോഴിക്കോട് എക്സാം എഴുതി തിരിച്ചു വരുന്ന പയ്യനെ ആക്സിഡന്റ് ആയത്. അന്ന് ഏതാ എക്സാം എഴുതിയിരുന്നോ, അന്ന് ഞാൻ എന്തൊക്കെ എഴുതിയെന്നോ, അന്ന് കേട്ട് ഡ്രസ് അടങ്ങി ഓർമ്മയില്ല. ഐ മീൻ ബോധം പോയപ്പോ ആ ഡേ മൊത്തം കട്ടേക്കണ്. അപ്പൊ നമ്മളെ ടോപ്പിക്കിലേക്ക് വരാം. മീഡിയ ഇന്നത്തെ കാലത്ത് ആളുകൾക്ക് ഭയങ്കര ആസ്വാദനം കൊടുക്കണ, മൈൻഡ് ഫ്രീ ആക്കണ. ഇപ്പൊ നമ്മള് സദ്യ ചോറിൽ നമുക്ക് ഇപ്പൊ അതൊന്നും ഇല്ലാണ്ട് നമുക്ക് ജീവിക്കാൻ പറ്റും. ഈ പറഞ്ഞ ആസ്വാദനങ്ങളൊന്നും ഇല്ലാണ്ട് നമുക്ക് ജീവിക്കണമെങ്കിൽ എത്രയോ ആളുകളുണ്ട്. അതായത് വെറും ചോറ് നമുക്ക് ജീവിക്കാൻ പറ്റും. ആ വെറും ചോറിന്റെ കൂടെ നമ്മൾ കുറച്ച് അച്ചാറും തരും കൂട്ടില്ലേ, അങ്ങനെ അതാണ് ഈ കലകൾ എന്ന് പറയുന്നത്. അതൊക്കെ കൂട്ടിയാൽ നമുക്ക് ഈ പറഞ്ഞ പോലെ ബിരിയാണി എന്ന് പറഞ്ഞാൽ എന്താണ്, റൈസ് മാത്രമല്ലല്ലോ, കുറെ ചേരുവകൾ കൂടണമല്ലോ. അപ്പൊ അങ്ങനെ നമുക്ക് ലൈഫ് അടിപൊളിയാക്കാൻ പറ്റും ഇത്തരം ചേരുവകളൊക്കെ കൂട്ടിച്ചേർത്താൽ. അതാണ് ഈ കലകളുടെ ഒരു പ്രത്യേകത. കലകളുടെ പ്രത്യേകത എന്ന് പറയുമ്പോൾ ഇതിൽ നമുക്ക് ഫ്രീഡം ഓഫ് സ്പീച്ച് എന്നൊക്കെ ഹോട്ടലിൽ ഈ പറഞ്ഞ പോലെ നമ്മൾ അങ്ങനെയൊക്കെ പറയുമെങ്കിലും അതൊക്കെ നമുക്ക് ഫ്രീ ആയിട്ട് ഉണ്ട് എന്നുള്ളതാണ്. നമുക്ക് അതൊക്കെ ആസ്വദിച്ച് ചെയ്യാൻ പറ്റും. എൻഡ് ഓഫ് ദി ഡേ ഇതൊരാൾ ഭയങ്കര പ്രൊപ്പഗണ്ട ആയിട്ട് ചെയ്താൽ അത് ഭയങ്കര എഫക്റ്റീവ് ആവുകയും ചെയ്യും. ഓക്കെ, ഈ ഒരു വീഡിയോ മുഴുവനായിട്ട് കണ്ട ഒരാളാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ മീഡിയക്ക് ഉണ്ടായിട്ടുള്ളൊരു റെവല്യൂഷൻ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ തന്നെ ആ റെവല്യൂഷന്റെ ഓരോ സ്റ്റേജിലും ആ ആളുകൾ ഏതൊക്കെ രീതിയിൽ യൂസ് ചെയ്യുന്നത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. എലക്ഷൻ വരികയാണ്. ഓക്കെ, എലക്ഷൻ വരികയാണ്. അതിന് കുറച്ച് മുമ്പായിട്ടാണ് ഈ ഇത്തരം സിനിമകൾ ഇറങ്ങുന്നത്. ഇത് ചിലപ്പോൾ കേരളത്തിൽ ഇമ്പാക്ട് ഉണ്ടായിക്കോണമെന്നില്ല, പക്ഷേ ഈ നോർത്തിൽ ഭയങ്കര ഇമ്പാക്ട് ഉണ്ടാവും. അപ്പൊ ബീഫിന്റെ കാര്യത്തിലൊക്കെ നമ്മള് കേരളത്തിലെ ഇൻഫ്ലുവൻസേഴ്സ്, ഇപ്പൊ ഞാനൊന്നും ഒരു ഇൻഫ്ലുവൻസറേ അല്ല, പക്ഷെ നമ്മളെ വോയിസ് കേൾക്കാൻ കുറച്ച് ആൾക്കാരുണ്ട്. ഇപ്പൊ എന്റെ ഓഡിയൻസ് എന്ന് പറഞ്ഞാൽ നിലവിൽ ഈ വീഡിയോ ഞാൻ ഇടുമ്പോൾ എനിക്കറിയാം എന്റെ ഓഡിയൻസ് ഏത് രീതിയിലാണ് യൂട്യൂബിൽ കയറാനുള്ളത്. യൂട്യൂബില് നോട്ടിഫിക്കേഷൻ വന്ന് കയറുന്ന ആകെ 8-10 ആൾക്കാരാണ്. ബാക്കി നമ്മളെ സ്റ്റാറ്റസ് കണ്ടിട്ടും സ്റ്റോറി കണ്ടിട്ടും കയറുന്ന ആൾക്കാരാണ്. അല്ലാണ്ട് യൂട്യൂബ് വഴി കയറുന്ന ആളുകൾ നിലവിൽ എനിക്ക് സബ്സ്ക്രൈബേഴ്സിന് എനിക്കില്ല. നിലവിൽ എനിക്ക് ആ ടൈപ്പ് ഓഫ് ഓഡിയൻസ് ഇല്ല. അപ്പൊ ആ ടൈപ്പ് ഓഫ് ഓഡിയൻസിലേക്കൊക്കെ എത്താൻ പറ്റട്ടെ, നമ്മളുടെ വോയിസിന് അത്രത്തോളം വാല്യൂ ഉള്ള ഒരു ടൈമിലേക്ക് എത്താൻ പറ്റട്ടെ. ഓക്കെ, അപ്പൊ നിലവിൽ ടൈപ്പ് ഓഫ് ഓഡിയൻസ് നമുക്കില്ല. ഇങ്ങനെ ക്യാമറ വെച്ചാല് ക്യാമറ അടിക്കുന്നതാവും, ഐ മീൻ ക്യാമറ നമ്മളെ ഫോൺ യൂസ് ചെയ്ത് പറഞ്ഞാണ്ട് ഇല്ലല്ലേ. അപ്പോ ഇത് വല്ലാത്തൊരു ആയുധമാണ്. അതിനെ ഈ പറഞ്ഞ പോലെ അതിൽ നിന്ന് അകന്ന് നിൽക്കണമെങ്കിൽ അകന്ന് നിൽക്കാം, പക്ഷെ അത് ഉപയോഗിക്കാം. അത് ഈ പറഞ്ഞ പോലെ വളരെ ഒരു
ഒരു വിഷം കലർത്തി ഉപയോഗിക്കാം. അതൊക്കെ ഈ പറഞ്ഞ പോലെ ആളുകളുടെ ഒരു ചോയ്സാണ്. വേറൊരു രസം എന്താ പറയുക, ഞാൻ ചോദിക്കട്ടെ, ഈ പറഞ്ഞ പോലെ മുരളി ഗോപിനെ അറിയാലോ, ആളൊക്കെ ഒരു ഇന്റർവ്യൂല് പറയുന്നത് ജനാധിപത്യ രാജ്യത്തെ ഏറ്റവും വലിയ വിഡിത്താണ് ഈ രാജ്യത്തിലെ ഓരോ സിനിമ ഇറങ്ങുമ്പോൾ നമ്മൾ അത് സെൻസർ ചെയ്യുന്നുള്ളത്. ശരിക്കും എല്ലാവർക്കും തുല്യാവകാശം ഉണ്ടല്ലോ അവരവരുടെ ആർട്ടുകൾ പറയാൻ. അവിടെ സെൻസർ ചെയ്യാന്നുള്ളതിന്റെ ഏറ്റവും വലിയൊരു സംഗതിയാണ്. കാരണം സെൻസർ ചെയ്യാൻ പാടില്ലല്ലോ എന്ന് പറയും മൂപ്പര്. ഒരു ജനാധിപത്യ രാജ്യത്ത് അതിനുള്ള റൈറ്റ്സിൽ ഒരാൾക്ക് വോയിസ് ഓഫ് ദില്ല, എന്നിട്ട് സെൻസർ ചെയ്തുകൊണ്ട് കുറെ കട്ട് ചെയ്യാം, ഇറങ്ങിയിട്ട് കട്ട് ചെയ്യുക, അത് കട്ട് ചെയ്യുക, ചിലരുടെ ഇത് കട്ട് ചെയ്യാതിരിക്കുക, അങ്ങനത്തെ കുറെ നമുക്ക് പരിപാടികൾ ഉണ്ട്. ശരിക്കും ഇതിനെ കുറിച്ചൊക്കെ നമ്മൾ സംസാരിക്കുമ്പോൾ ഇതൊക്കെ തെറ്റാണ്, വലിയ സംഭവമാണ് എന്നുള്ള രീതിയിൽ പറഞ്ഞാണ്ട് വലിയ നെഗറ്റീവ് ഷെയ്ഡ് ഉണ്ടാക്കല്ല. ആലോചിക്കും, ചിന്തിക്കുന്നവർക്ക് അതിൻ്റെ ഒരു നാക്ക് കിട്ടും. എന്നിട്ട് ചെയ്യാം, എന്തെങ്കിലുമൊക്കെ ചെയ്യാം, നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ചെയ്യാം. ഇപ്പോൾ എൻഡ് ഓഫ് ദി ഡേ നിങ്ങൾക്ക് അറ്റ്ലീസ്റ്റ് പീക്ക് മാക്സിമത്തിന് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? എനിക്കൊരു സിനിമ ചെയ്യാൻ പറ്റുമോ? ഞാനത് ചെയ്യാം. എനിക്കൊരു ഷോർട്ട് ഫിലിം ചെയ്യാൻ പറ്റുകയാണ് ചെയ്യാം. എനിക്കൊരു എഴുതാൻ പറ്റുകയാണ് ചെയ്യാം. എനിക്ക് പാട്ട് എഴുതാൻ പറ്റുകയാണ് ചെയ്യാം. അറ്റ്ലീസ്റ്റ് എനിക്ക് അതിനുള്ള പരിപാടിയൊന്നും എനിക്കറിയില്ല. എനിക്ക് ഇതിൻ്റെ ഒരു നാക്കെന്ന് വെച്ചാൽ എനിക്ക് ആളുകളോട് സംസാരിക്കാൻ, അപ്പം എനിക്ക് കഴിവുണ്ട് ക്ലാസ് എടുക്കാൻ. അങ്ങനെ ആവേശത്തിൻ്റെ കാഠിന്യം, മൂർച്ച. അപ്പോൾ അതാണ് എന്താ പറയുക, നമുക്ക് ചെയ്യാൻ ചെയ്യുന്നില്ല. കാരണം എന്താ വെച്ചാൽ ഇപ്പൊ ഇന്നലെ എന്നോട് ഒരാള്, ഞാൻ വേറൊരു വിഷയത്തിൽ സംസാരിച്ചപ്പോൾ എന്നോട് ഒരാൾ ഇങ്ങനെ ഷെയർ ചെയ്തൊരു ഹെവി പോയിന്റിന്റെ എൻഡ് ഓഫ് ദി ഡേ ദുനിയാവിലാണെങ്കിൽ ആഹൃത്തിലാണ് നമ്മളൊക്കെ ജീവിക്കുന്നത് നമുക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ ദുനിയാവിൽ ഈ പറഞ്ഞ പോലെ നമ്മൾ ആഹൃത്തിലേക്ക് ഉണ്ടാക്കുന്ന പോലെ തന്നെ അതിലൊക്കെ വിശ്വാസമില്ലാത്ത ആളുകൾ ഉണ്ടാവും. എൻഡ് ഓഫ് ദി ഡേ നമുക്ക് വേണ്ടിയിട്ടാണ്. അതിനിപ്പോൾ ഇവിടുത്തെ ലൈഫിനാണെങ്കിലും വേറെ ഇവിടുത്തെ ലൈഫിനാണെങ്കിലും നമ്മളൊക്കെ ജീവിക്കുന്നത് നമുക്ക് വേണ്ടിയിട്ടാണ്. അപ്പോ നമ്മൾ എന്ന് പറയുമ്പോൾ ഹ്യൂമൻ ഈസ് എ സോഷ്യൽ അനിമൽ, യുനോ. അപ്പോൾ സൊസൈറ്റിയിൽ നമ്മൾ ജീവിക്കുമ്പോൾ നമ്മൾ കുറേ ആസ് എ പേഴ്സൺ നമുക്ക് കുറേ റെസ്പോൺസിബിലിറ്റി ഉണ്ട്. ആസ് എ സൺ, ആസ് എ ഫാദർ, ആസ് എ മദർ, അങ്ങനെ നമുക്ക് കുറേ ഉത്തരവാദിത്തങ്ങളുണ്ട്. ശരി, ആ ഉത്തരവാദിത്തങ്ങളൊക്കെ നമ്മൾ നിറവേറ്റണം. അപ്പോൾ എൻഡ് ഓഫ് ദി ഡേ മൈ പോയിന്റ് ഈസ്, ഞാൻ ഇതുമായി കണക്റ്റഡ് അല്ലാത്ത കുറേ കാര്യങ്ങൾ പറഞ്ഞു, ഇതുമായി കണക്റ്റഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. എന്തെങ്കിലുമൊക്കെ കിട്ടിയെന്ന് വിചാരിക്കണം. എന്തെങ്കിലുമൊക്കെ പറയണമെങ്കിൽ കമൻ്റ് ആയിട്ട് ഇടുക. ഓക്കെ, ദെൻ അടിപൊളിയാവട്ടെ ലൈഫ്. ശ്രദ്ധിക്കുക, കാരണം നമുക്കൊരു പൊളിറ്റിക്സ് വേണം. ഓഫ് കോഴ്സ് നമുക്കൊരു പൊളിറ്റിക്സ് വേണം, നമുക്കൊരു രാഷ്ട്രീയ ബോധമാണ്. അത് ഇന്ന കൊടിയുടെ രാഷ്ട്രീയം എന്നുള്ളതിനപ്പുറത്തേക്ക് അങ്ങനെ ഒരു പരിപാടിയില്ല. അപ്പോൾ എൻ്റെ ഫാമിലി ഇങ്ങനെയാണ്, ഞാൻ ഇങ്ങനെയാണ്, എൻ്റെ ഇഷ്ടങ്ങൾ ഇങ്ങനെയാണ്. അപ്പോൾ ഞാൻ എത്തരം സിനിമകൾ കാണണം, ഞാൻ എങ്ങനത്തെ ഭക്ഷണം കഴിക്കണം, ഞാൻ എങ്ങനെ ട്രാവൽ ചെയ്യണം, ഞാൻ എങ്ങനത്തെ ഡ്രസ്സ് ഇടണം, ഞാൻ എങ്ങനെ ഹെയർ കട്ട് ചെയ്യണം, അതൊക്കെ നമ്മളുടെ പൊളിറ്റിക്സ് ആണ്. ശരിക്കും ഒരു പൊളിറ്റിക്സും ഇല്ലാത്ത ഒരാളില്ല. ഞാൻ ഭയങ്കര എന്താ പറയാ ഫ്രീ ആയിട്ട് എനിക്ക് തോന്നിയ മാതിരി അപ്പം ചെയ്യണമെന്നുള്ളതും അയാളുടെ പൊളിറ്റിക്സ് ആണ്. അപ്പൊ പൊളിറ്റിക്സ് എന്ന് പറഞ്ഞാൽ ഭയങ്കര വാല്യുബിൾ ആയിട്ടുള്ള എന്തോ ആണ് എന്നുള്ളതല്ല. എല്ലാവരുടെ ലൈഫിലും അവരുടേതായിട്ടുള്ള പൊളിറ്റിക്സ് ഉണ്ട്. പക്ഷെ ചിലപ്പോൾ അതാണ്. അപ്പോൾ നമ്മളുടെ പൊളിറ്റിക്സിൽ നമുക്ക് കുറച്ചും കൂടെ വ്യക്തതയും ഒരു പറഞ്ഞ പോലെ ഒരു അടിസ്ഥാനം ഉണ്ടാവുക എന്നുള്ളതാണ്. കുറച്ചും കൂടെ മോറലി നമ്മൾ വാല്യുബിൾ ആവുക, ഇൻ അവർ ലൈഫ് വാല്യുബിൾ ആവുക, കുറച്ചും കൂടെ മറ്റുള്ളവർക്കും കൂടെ ഹെൽപ്ഫുൾ ആവുക, എല്ലാം കൊണ്ടും അടിപൊളിയാവുക എന്നുള്ളതാണ്. പക്ഷെ അപ്പോൾ ഈ ടോപ്പിക് കൂടെ അവസാനിപ്പിക്കുകയാണ്. വീഡിയോ എത്രത്തോളം ലോങ് ആയെന്നുള്ളത് എനിക്കറിയില്ല. ഞാൻ പറയാൻ വിചാരിച്ചിരുന്ന സംഭവം പറഞ്ഞു. മീഡിയ ഇത്തരം സിനിമകൾ RSS എന്ന് പറയുന്ന സംഘടന നിയോജിച്ചിട്ട് ഇന്നീ കാലത്തിന്റെ ലെവലിലെത്തുമ്പോൾ നമ്മളറിയുന്ന എത്രയോ പ്രമുഖരായിട്ടുള്ള ആളുകൾ, നമ്മൾ റെസ്പെക്ട് ചെയ്യുന്ന ആളുകൾ, റെസ്പെക്ട് ചെയ്തിരുന്ന ആളുകൾ, അങ്ങനെയൊക്കെ വിശേഷിപ്പിക്കാം. ആളുകൾ ഭയങ്കരമായിട്ട് ഇതിന്റെ 100ാം വാർഷികത്തിന് ആശംസകൾ വീഡിയോസ് ചെയ്യുന്നു, 100ാം വാർഷികത്തിൽ അത് ചെയ്യുന്നു. അപ്പൊ നമുക്ക് മനസ്സിലാവും എത്രത്തോളം വിഷമുണ്ട് ഇവർക്കൊക്കെ. അപ്പൊ അവർ ഇത് ചെയ്യാൻ പോകുന്ന സിനിമകൾ കാരണം നമുക്ക് മനസ്സിലാൻ പറ്റും. ഇനിയിപ്പോ കേരളത്തിലാണെങ്കിലും ഓരോ ആക്ടേഴ്സിനെ നമുക്ക് കണക്ട് ചെയ്താൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. സെൻസർ ബോർഡ് വല്ലാത്തൊരു ചതിയായിട്ട് ശരിക്കും. എത്രയോ സിനിമകള് അപ്പോൾ അതില് പ്രധാനപ്പെട്ട വിജയിന്റെ സിനിമ ഹാല്, ഇതിലൊക്കെ വെറും ഇപ്പൊ ബീഫ് ബിരിയാണി എന്ന് പറഞ്ഞിട്ടാണ് ഹാല് കട്ട് ചെയ്യാന്ന് പറഞ്ഞത്. എന്താ ചെയ്യ? ഞാൻ അത് തരട്ടെ,
എന്റെ മനസ്സിൽ ഞാൻ ഭയങ്കര റെസ്പെക്ടബിളി കാണുന്ന ഒരു ക്രിയേറ്റർ ഉണ്ട് കേട്ടോ. ഒരു ക്രിയേറ്റർ ഉണ്ട്, മലയാളം ഫിലിം ഇൻഡസ്ട്രിയിലെ ക്രിയേറ്റർ. ഞാൻ ആലോചിക്കും ഇയാൾക്കൊരു സമയത്ത് ഭയങ്കര അറ്റാക്ക് വന്നിട്ടുണ്ട്. പക്ഷെ നിലവിൽ അങ്ങനെ നമ്മൾ കാണാൻ, ഐ മീൻ പബ്ലിസിറ്റി കിട്ടവേ ഇയാൾക്ക് നിലവിൽ ഭയങ്കര ഒരു അറ്റാക്കൊന്നും ഇല്ല. എന്തുകൊണ്ടാണ് ഞാൻ ആലോചിക്കും, പറയുമ്പോൾ അയാളുടെ വർക്കൊക്കെ അറ്റാക്ക് വരും. ശ്രദ്ധിച്ചോളി മക്കളെ, ശ്രദ്ധിച്ചോളി. അപ്പൊ ശരി, ശ്രദ്ധിക്കണം. ഓക്കെ, എല്ലാം ശ്രദ്ധിക്കണം. ഞാൻ എന്റെ പോയിന്റിൽ നിന്ന് ഇങ്ങനെ വഴിമാറി പോകുന്നുണ്ട്. ഇത് എൻഗേജിങ് അല്ലെങ്കിലും നിങ്ങൾ പറയണം കേട്ടോ. ഫ്ലോപ്പാണ് പരിപാടി, വേറെ പരിപാടി നോക്കാം. ഐ മീൻ പീരിയോഡിൽ നിർത്തുന്നുള്ളതല്ല, ഈ ഒരു പ്രസന്റേഷൻ പരിപാടി കുറച്ച് എൻഗേജിങ് അല്ല എന്നുള്ളത് പറ്റെനിക്ക് പറയുകയാണെങ്കിൽ അടിപൊളി. ഓക്കെ, വിഷ്വൽ മീഡിയ എന്ന് പറയുന്നത് അടിപൊളി പരിപാടിയാണ്. അതിന് ആളുകളെ ചിരിപ്പിക്കാനും ചിന്തിപ്പിക്കാനും കരയിപ്പിക്കാനും ആളുകളെ കൊണ്ട് എന്താ പറയാ എന്തും ചെയ്യിപ്പിക്കാനും പാകപ്പെടാവുന്ന ഒരു ഹെവി മീഡിയയാണ് വിഷ്വൽ മീഡിയ. എൻഡ് ഓഫ് ദി ഡേ അതിനെ ഭയങ്കര അടിപൊളിയായിട്ട് ഉപയോഗപ്പെടുത്തിയാൽ നിങ്ങൾക്ക് അതുകൊണ്ട് നെഗറ്റീവ് ഒന്നും ഇല്ലാണ്ട് ജീവിക്കാൻ പറ്റും. അടിപൊളിയാവട്ടെ. ഗ്രേറ്റ്, ടാറ്റാ, ബൈ ബൈ, സി യു. നിർത്താൻ തോന്നുന്നില്ലേ? വർത്താനം ഇങ്ങനെ പറഞ്ഞുകൊടുക്കാന് ഭയങ്കര ഒരു അടിപൊളി, ഐ മീൻ താല്പര്യമുള്ളൊരു ആളാണ് ഞാൻ. നിർത്താൻ തോന്നുന്നില്ല, ഞാനും നിർത്താണ്. കാണുന്നവർക്ക് വ്ളോഗ് ചെയ്യണം. വ്ളോഗുകൾ എൻ്റെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വരും. ഇത്തരം വീഡിയോസ് ഞാൻ എന്താ വെച്ചാൽ ഞാൻ ഷൂട്ട് ചെയ്തിട്ടുണ്ട് കോണ്ടന്റ്സ്. ലൈക്ക് അത് പൂർണ്ണമായില്ല എന്നുള്ള തോട്ടോണ്ട് ഞാനത് പബ്ലിക് ആക്കാതെ വെച്ചിട്ട്. പിന്നെ എന്തായാലും അടിപൊളിയാവട്ടെ. ഞാൻ പലരും ഇതിനെ റിയാക്ട് ചെയ്തപ്പോൾ ഇതിനെ കുറിച്ച് സംസാരിക്കണം എന്ന് എനിക്ക് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ ഈ പറഞ്ഞ പോലെ കൂടെ ആളുകളെ ഇരുത്തി, ലൈക്ക് ഇനി പോഡ്കാസ്റ്റോ അല്ലെങ്കിൽ ഇവരൊരു സോളോ ടോക്ക് അല്ലായിരുന്നു ഞാൻ വിചാരിച്ചിരുന്നത്. പക്ഷെ വൈകണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. പിന്നെ ഈ ഒരു അവസരം കിട്ടിയപ്പോൾ എന്തെങ്കിലും സംസാരിച്ചാലോ എന്ന് വിചാരിച്ചപ്പോൾ ഞാൻ ഇത് സംസാരിക്കാം. അവിടെ ഒരാൾ വ്ലോഗ് ചെയ്യും, ഐ മീൻ ഇങ്ങനെ പിടിച്ചിട്ട് എന്താണോ അടിപൊളിയാവട്ടെ. അപ്പോൾ സംസാരിച്ചതാണ്. മീഡിയ എന്ന് പറയുന്നത് ഒരാളുടെ ജീവിതത്തിൽ ഭയങ്കര ഇമ്പാക്ട് ഉണ്ടാക്കാൻ പറ്റുന്ന, വിഷ്വൽ മീഡിയ ഇന്നത്തെ കാലത്ത് ഭയങ്കര ഇമ്പാക്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ടൂളാണ്, ഒരു ആയുധമാണ്. ആ ആയുധം ഏത് രീതിയിൽ ഉപയോഗിക്കണം എന്നുള്ളതും അതിൻ്റെ ഇമ്പാക്ട് ഞാൻ ഏത് രീതിയിൽ കാണുന്നുള്ളതും നമ്മുടെ ചോയ്സ് ആണ്. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. മറ്റൊരു വീഡിയോ വരുന്നത് വരേക്കും നജീബ് പറഞ്ഞ ചെറിയൊരു ബ്രേക്ക്.